ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണല്ലേ? നമ്മൾ ഇന്ന് മറ്റൊരു റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. റെസിപ്പി വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. അപ്പോൾ നമ്മുടെ അവിയൽ മലക്കറി എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ മലക്കറിയുടെ തൊലിയൊക്കെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു 4 വിസിൽ വേവിച്ച് എടുക്കാം. വിസിൽ വരുന്ന ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പിന് വേണ്ടുന്നുള്ള ചേരുവകൾ ചേർത്ത് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കൈ അളവിൽ തേങ്ങയും അതിലോട്ട് 2-3 പീസ് വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ കുക്കറിലോട്ട് വിസിൽ വിളിക്കാൻ വെച്ച നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ അരപ്പും പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുത്ത വെജിറ്റബിൾസിലോട്ട് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ആ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. നമുക്ക് ഇത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം മലക്കറി ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ പ്രോസസ്സിലോട്ട് പോകാം. നമ്മുടെ വെജിറ്റബിളിൻ്റെ ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത് താളിക്കുകയാണ്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്നതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.